ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ പലതരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്നത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് തയ്യാറായിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, അത് സുന്നി വിഭാഗങ്ങളായാലും മുജാഹിദ് വിഭാഗങ്ങളായാലും, ഇവരെല്ലാം കഴിഞ്ഞാൽ പിന്നെയുള്ളത് വളരെ നാമമാത്രമായ ആൾക്കാർ മാത്രമാണ്. ഈ പറയുന്നവർ മഹാഭൂരിഭാഗവും അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം ജമാഅത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തന രീതിയല്ല സ്വീകരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. UDFന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ബഹുജനങ്ങളുണ്ടല്ലോ, ആ മുസ്ലിം ബഹുജനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നയം, മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടും 4 വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ഒരു ചാനലിൽ ശ്രീ MN കാരശ്ശേരി പറയുന്നത് കേൾക്കാനിടയായി. അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് ഈ നിലപാടിനെ ആക്ഷേപിക്കുന്നതായി കണ്ടത്. എന്താ കാരണം? കോൺഗ്രസിന്റെ നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത സാധാരണ പ്രകടിപ്പിക്കുന്നയാളല്ലല്ലോ അദ്ദേഹം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആപത്ത് തിരിച്ചറിയുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരായവരടക്കം ഉണ്ട് എന്നതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ ഹിന്ദുത്വ എങ്ങനെയാണോ ഹിന്ദു മതരാഷ്ട്രവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രനിർമ്മാണം ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത്. ഇതാണ് ശ്രീ MN കാരശ്ശേരിയും ഇന്നലെ പറയുന്നതായി കണ്ടത്. ഹിന്ദുത്വക്ക് ഹിന്ദു വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്നത് അനുഭവത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുതന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിന് സാധാരണഗതിയിലുള്ള ഇസ്ലാം വിശ്വാസികളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നത് നാം കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ മുസോളിനി, പ്രാചീന റോമിന്റെ പാരമ്പര്യം, ഹിറ്റ്ലർ ആര്യവംശ പാരമ്പര്യം, ഇതെല്ലാം ഇളക്കി വിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ. അതിന് തുല്യമായിട്ടുള്ളതാണ് ഇവിടെ മതാത്മകമായ ദേശീയത ഹിന്ദുത്വവാദികളുടെ ഭാഗത്ത് നിന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വേറൊരു ഭാഗത്ത് ഒരേ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നോക്കുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദമാണ് ഇവർ എല്ലാവരുടെയും അടിസ്ഥാനം. അതിനൊരു അടിസ്ഥാനമായ ആശയപരിസരം ഈ നിലയിലാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. മതം നിയന്ത്രിക്കുന്ന പരമാധികാര ഭരണകൂടം, അതാണ് ഇവരെല്ലാം സ്വപ്നം കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ബഹുസ്വരതയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ
അവര് ഇസ്ലാമിന് പുറത്താണ് എന്നാണ് മൗദൂദി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കുതുബത്ത് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ജനാധിപത്യത്തെയും ആധുനിക പൗരനിയമങ്ങളെയും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് തള്ളിക്കളയാനും മൗദൂദി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മതത്തെ രാഷ്ട്രമായി നിർവചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മതഭരണകൂടം സ്ഥാപിക്കണമെന്നും അതിനായി രക്തസാക്ഷിയാവണം എന്നുമാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്. മൗദൂദിയൻ ആശയങ്ങൾ അങ്ങേയറ്റം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞതാരാ? അത് ഇസ്ലാം മതപണ്ഡിതന്മാർ തന്നെയാണ്. അവര് ഉറച്ച സ്വരത്തിലാണ് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യം 1947 ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു. അതോടെ അതേവരെ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും രണ്ടായി. മൗദൂദി പാകിസ്ഥാനിലേക്ക് കുടിയേറി. പാകിസ്ഥാനിൽ വേരുറപ്പിക്കാൻ അഹമ്മദീയ മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ ശത്രുവായി അവതരിപ്പിച്ച് അവർക്കെതിരെ അവിടെ വിദ്വേഷം കുത്തിയിളക്കി. 1953 ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അഹമ്മദിയ മുസ്ലിങ്ങളെ ക്രൂരമായി വേട്ടയാടുന്ന നിലയുമുണ്ടായി. അഹമ്മദിയ മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി അവരെ കലാപത്തിലൂടെ വംശഹത്യ നടത്തുകയും അവരുടെ സ്വത്തുവകകൾ കയ്യേറുകയും ചെയ്തു. പിന്നീട് ഈ കുറ്റകൃത്യങ്ങളുടെ പേരിൽ മൗദൂദിക്ക് കോടതി വധശിക്ഷ തന്നെ വിധിക്കുകയുണ്ടായി. പിന്നീട് ശിക്ഷ ഇളവ് കിട്ടി. അഹമ്മദിയ വംശഹത്യയെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് മുനീർ കമ്മീഷൻ, ആ കമ്മീഷൻ റിപ്പോർട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ചെയ്തികൾ ഇസ്ലാമിക വിരുദ്ധവും അതിക്രൂരവും ആണെന്ന് വിലയിരുത്തി. ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്താൻ നേതൃത്വം നൽകിയത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വർഷങ്ങൾക്ക് ശേഷം 2013 യുദ്ധക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ഒരേ തൂവൽ പക്ഷികളാണ്. പുറമേക്ക് വിരുദ്ധപക്ഷമായി തോന്നും, പക്ഷേ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ കത്തിച്ച് പരസ്പര സഹകരണത്തിന്റെ സാധ്യതകൾ തേടിയവരാണ് രണ്ടു കൂട്ടരും. മതരാഷ്ട്രവാദത്തിലൂന്നിയ പ്രസ്ഥാനങ്ങളാണ് ഇവ രണ്ടും. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് 2011 ഏപ്രിൽ 18-നാണ്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രഖ്യാപന ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തവരിൽ ജമാഅത്ത് പരിവാറിൽ പെടാത്ത ഒരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചടങ്ങിൽ ആശംസ അർപ്പിച്ച ആ വ്യക്തിയുടെ പേര് ഡോക്ടർ ജെ കെ ജെയിൻ എന്നായിരുന്നു. ബിജെപി ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ അന്നത്തെ അധ്യക്ഷൻ. അതിന് 5 മാസങ്ങൾക്ക് മുൻപ് 2010 നവംബർ 12-ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി ഇതേ ജെ കെ ജെയിൻ നൽകിയ പത്രപ്രസ്താവന
ഇന്നും ബി.ജെ.പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അതിന്റെ തലക്കെട്ട് ഡൽഹി രാംലീല മൈതാനത്ത് ഗരീബി ഹടാവോ റാലി നടത്താൻ ജമായത്തെ ഇസ്ലാമിക്ക് അനുമതി നിഷേധിച്ച UPA സർക്കാരിനെതിരായിരുന്നു. ബി.ജെ.പി. ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷന്റെ പ്രസ്താവന അതായിരുന്നു. RSSുമായി ഈ അടുത്ത കാലത്തുകൂടി രഹസ്യ ചർച്ച നടത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. 2023 ആ ചർച്ച. ഇക്കഴിഞ്ഞ ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ ബന്ധം രാജ്യം കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയും ബി.ജെ.പിയും ഒരുമിച്ച് CPM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ അവിടെ ആകാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ ജനങ്ങൾ അവിടെ CPMനോടൊപ്പം നിന്നു. തരിഗാമി വിജയിച്ചു. RSS ബി.ജെ.പി. പിന്തുണയിൽ മത്സരിച്ച ജമാഅത്ത് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളുടെ പൊതുശത്രു ഇടതുപക്ഷവും CPIയുമാണ് എന്നതിന്റെ ഏറ്റവും ഉറച്ച ദൃഷ്ടാന്തമായിരുന്നു തരിഗാമിക്കെതിരെയുള്ള അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട്. തരിഗാമിയുടെ വിജയം മറ്റാരേക്കാളും ജമാഅത്തെ ഇസ്ലാമിക്കേറ്റ തിരിച്ചടി കൂടിയായിരുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും ബി.ജെ.പിയെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്താനാണ് UDF ശ്രമിക്കുന്നത്. അതിനെതിരെ അവരുടെ അണികളിൽ തന്നെ ഉയരുന്ന എതിർപ്പുകൾക്ക് അവർ ചെവി കൊടുക്കുന്നുമില്ല. എങ്ങനെയും 4 വോട്ട് സമ്പാദിക്കാനാകുമോ? ആ ഒറ്റ അജണ്ടയിൽ നാടിന്റെ സമാധാനവും മതനിരപേക്ഷ പാരമ്പര്യവും പണയം വെക്കുകയാണ് UDF ചെയ്യുന്നത്. അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ അണികളിൽ മഹാഭൂരിഭാഗം ഇതിനെല്ലാം എതിരാണെങ്കിലും കുടപിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് കാണാൻ കഴിയുന്നത്.